പ്രവേശിക്കാൻ ആവശ്യമായ പ്രൈസ് ഗോഡ് ആലോചനകൾ ദൈവം തന്നു. പ്രൈസ് ഗോഡ് എനിക്ക് തന്നു, നിങ്ങൾക്ക് തന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ 2015 കർത്താവ് ആയുസ്സ് തരുന്നുവെങ്കിൽ ഈ ദേശത്ത് മാത്രമല്ല ഭാരതം മുഴുവൻ ദൈവം അനുവദിച്ചാൽ ഭാരതത്തിന് പുറത്തും ദൈവദാസന്മാരെ ദൈവമക്കളെയും അയച്ച് അനേക വേദികളിൽ അനേക ദേശത്ത് കർത്താവ് ഉപയോഗിക്കാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദിവസങ്ങൾ പാഴായി പോകുന്നു, വർഷങ്ങൾ പാഴായി പോകുന്നു, മാസങ്ങൾ പാഴായി പോകുന്നു. കഴിഞ്ഞ വാച്ച്നൈറ്റ് സർവീസ് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്തു കർത്താവിന് വേണ്ടി? പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾ, കുടുംബത്തിന്റെ വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, സമ്പത്തിന്റെ വിഷയങ്ങൾ, ആരോഗ്യത്തിന്റെ വിഷയങ്ങൾ, ഇതെല്ലാത്തിന്റെയും ബദ്ധപ്പാടിൽ കർത്താവിന്റെ വിഷയം നമ്മൾ അവഗണിക്കുകയല്ല, പരിഗണിക്കാതെ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ആരും അവഗണിക്കുന്നില്ല, പക്ഷെ പരിഗണിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ 2015 അങ്ങനെയല്ല. എന്തും മാറ്റിവെച്ച്, എല്ലാം മാറ്റിവെച്ച്, വ്യക്തിപരമായ സകലതും മാറ്റിവെച്ച് സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നമുക്ക് നിൽക്കണം. അതിന് ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായിട്ടും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. 2015 നമ്മളെ സംബന്ധിച്ചിടത്തോളം, ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം, ഫെയ്സ് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ അനുഗ്രഹത്തിന്റെ ചില ദിവസങ്ങളായിരിക്കുമെന്ന് എന്നോട് കർത്താവ് സംസാരിക്കുന്നു. നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ സങ്കീർത്തനം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 34-ാം സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായ ദാവീദ്, ആമേൻ, 5 നിലവാരത്തിൽ ആവശ്യപ്പെടുന്ന ഒരേ കാര്യം, പ്രൈസ് ഗോഡ്, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് സകലമാനവും പുകഴ്ചയും കൊടുത്ത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവനെ വാഴ്ത്തണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇത് ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ തന്റെ അനുഭവത്തിൽ നിന്ന് എഴുതുന്നതാണെന്ന് എല്ലാ സങ്കീർത്തനം വായിക്കുമ്പോഴും നമുക്കറിയാം. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ മാത്രമല്ല, സങ്കീർത്തനങ്ങൾ ഓരോന്നും വായിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ദേവദാസന്മാർ അവരുടെ അനുഭവത്തിൽ നിന്ന് എഴുതി വെച്ചതാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ, സങ്കീർത്തനം എന്ന ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഉറപ്പുണ്ടാകും. ആ ഉറപ്പെന്നറിയാമോ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നമ്മളെ പോലെ ഉള്ളവർക്ക് സാധിച്ചതാണെങ്കിൽ നമുക്ക് സാധിക്കും. പ്രൈസ് ഗോഡ്. ഞാൻ ഈ സങ്കീർത്തനങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാരണം ഇതാണ്. ലോകമെങ്ങുമുള്ള എല്ലാ തലമുറയിലുമുള്ള ദൈവമക്കളെ എടുത്ത് ചോദിച്ചാൽ സങ്കീർത്തനം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങളൊന്നാണ്. അതിന് മാറ്റമില്ല. പ്രൈസ് ഗോഡ്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അവനെ പഠിപ്പിക്കുന്നത് തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചെന്നുള്ള വാക്യമാണോ? ആ വാക്യമാണ് വേദപുസ്തകത്തിൽ ഏറ്റവും അധികം ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്ന വാക്യം. ബൈബിളിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് ഏറ്റവും കൂടുതൽ പ്രൈസ് ഗോഡ് തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്ന, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വാക്യമാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും തനിക്ക്. പ്രൈസ് ഗോഡ്. For God so loved the world that he gave his only begotten son, that whosoever believeth in him should not perish but have everlasting life. ഈ വാക്യമാണോ നമ്മുടെ പിള്ളേരെ ആദ്യം പഠിപ്പിക്കുന്നത്? യഹോവ ആ കൊഞ്ഞപ്പച്ച വായ കൊണ്ട് പിള്ളേർ പറയും, യഹോവ എന്റെ ഇടയൻ ആകുന്നു. പ്രൈസ് ഗോഡ്. എല്ലാ കാലത്തും പിച്ച വച്ച് ജീവിതം ആരംഭിക്കുമ്പോൾ പ്രൈസ് ഗോഡ് ഹൃദയസ്ഥമാക്കാൻ കൊള്ളാവുന്നൊരു വാക്യമാണ് യഹോവ എന്റെ ഇടയനാകുന്നു. അതിപ്പോഴും തുടരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പകരം കൊച്ചു പിള്ളേരെ, മറ്റൊരുത്തനിൽ രക്ഷയില്ല. ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മീതെ മനുഷ്യർക്കിടയിൽ നാം രക്ഷിക്കപ്പെടാൻ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവുമില്ല. പ്രൈസ് ഗോഡ്. ആദ്യം തമ്പുരാനെ അറിഞ്ഞിട്ട് വേണമല്ലോ ഞാൻ രക്ഷപ്പെടുന്ന കാര്യം മനസ്സിലാക്കാൻ. ആദ്യം ദൈവം ആരാണ്? എനിക്ക് എൻ്റെ ഇടയനാകുന്നു, എന്നെ നടത്തുന്നവനാണ്. പലസ്തീൻ നാടുകളിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവർക്ക് ഇടയനെ അറിയാം, ആടിനെയും അറിയാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് സങ്കീർത്തനം വലിയ ഇഷ്ടം. ആരെന്തൊക്കെ പറഞ്ഞാലും സങ്കീർത്തന പുസ്തകങ്ങൾ എനിക്ക് വലിയ ഇഷ്ടം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് പ്രൈസ് ഗോഡ് നമ്മളെ പോലെയുള്ള, ഞാൻ പറഞ്ഞല്ലോ,
നമ്മളെപ്പോലെയുള്ള ഒരാൾക്ക് കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കഴിഞ്ഞുകൂടാ? സാധിക്കത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ കാറ് വാങ്ങിക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തായിരുന്നു അറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്കൂട്ടറാണ് ഞാൻ അതുവരെ ഓടിച്ചിരുന്നത്. സ്കൂട്ടർ ഓടിക്കുമ്പം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കാല് ബ്രേക്കും എങ്ങനെ പതുക്കെ വച്ചേക്കും. എന്നിട്ട് ആക്സലറേറ്റർ കയ്യിലാണ്. ഇപ്പൊ സ്പീഡ് കൂട്ടണമെങ്കിൽ കൈ തിരിച്ചാൽ മതി, വണ്ടി നിൽക്കണമെങ്കിൽ കാലനക്കിയാൽ മതി. ഇത് മനസ്സിൽ ഇങ്ങനെ സെറ്റായേക്കുക. സ്പീഡ് കൂട്ടാൻ കൈ തിരിക്കുക, കൈ അനക്കുക, വണ്ടി നിർത്താൻ കാലനക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നെ ഏറ്റവും വിഷമിപ്പിച്ചൊരു കാര്യം ഇത് റിഫ്ലക്സ് ആയിട്ടിരിക്കുക. എന്നെ വിഷമിപ്പിച്ച കാര്യം ഇതാണ്. ഞാനൊരു എഞ്ചിനീയർ ആയതുകൊണ്ട് ടെക്നിക്കലായിട്ട് ചിന്തിച്ച് നോക്കിയപ്പം വണ്ടി ഓടിച്ച് ഒരു ബുദ്ധിമുട്ടിൽ വരുമ്പോൾ പ്രൈസ് ഗോഡ് സ്കൂട്ടറെ ചെയ്യുന്നത് പോലെ ആദ്യം കാലനക്കിയാൽ, ആക്സിലേറ്ററില്ല കാലിരിക്കുന്നത്. കാർ ഓടിക്കുമ്പോൾ കാലിരിക്കുന്ന ആക്സിലേറ്ററില്ല, കൈയിരിക്കുന്നത് സ്റ്റിയറിംഗിലുമാണ്. അപകടം വരുമ്പോൾ പ്രൈസ് ഗോഡ് കാലും കൈയും സ്കൂട്ടറിനെ പോലെ അനക്കിയാൽ പ്രശ്നമാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ എനിക്കിത് ചിന്തിക്കുന്നതോറും പിന്നെ ഞാൻ എന്താ വെച്ചാൽ ബ്രേക്കെ കാല് മാറ്റിവെച്ച് ഓടിക്കാൻ തുടങ്ങി. അന്നേരം അതിനേക്കാൾ ബുദ്ധിമുട്ട്. അത്യാവശ്യം വരുമ്പോൾ കാല് എവിടെ കൊണ്ട് വെക്കേണ്ടതെന്ന് പിടിയില്ല. ഇങ്ങനെ ഞാൻ വിഷമിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞു. അപ്പോൾ അവിടെ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വേറൊരാൾ കാറ് മേടിച്ചു. ആ ആൾ അത്ര വലിയ ബുദ്ധിയില്ലാത്ത ഒരാളാണെന്നാണ് പൊതുവെ ഓഫീസേഴ്സിൻ്റെ അടുത്ത് അറിയപ്പെടുന്നത്. എന്നോട് ഞാൻ ചോദിച്ചു, ബേബി ഇവന് കാർ ഓടിക്കാമെങ്കിൽ പിന്നെ നിനക്ക് എന്നെ ഓടിക്കാൻ വയ്യാത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മളെ പോലെയുള്ള ആളുകൾക്ക് പ്രൈസ് ഗോഡ് ലോകപ്രകാരം നോക്കിയാൽ നമ്മളെക്കാൾ അധമന്മാരായവർക്ക് ഇതുപോലെ സങ്കീർത്തനം എഴുതാമെങ്കിൽ എന്നെ കൊണ്ടും നിന്നെ കൊണ്ടും ഈ ദൈവം എഴുതിക്കും. പ്രൈസ് ഗോഡ്. അടുത്ത തലമുറകൾ കാണത്തക്കവണ്ണം, ചുറ്റുപാടുമുള്ളവർ കാണത്തക്കവണ്ണം എനിക്കും നിനക്കും ഒരു ഹല്ലേലൂയ ഒരു പ്രേമഗീതം ചമയ്ക്കുവാൻ, ഒരു സ്വർണ്ണഗീതം ചമയ്ക്കുവാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നശിപ്പിക്കരുത് എന്ന യാഗത്തിൽ ചമയ്ക്കുവാൻ എന്റെ ദൈവം സഹായിക്കും. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഗാനങ്ങളാണ് സങ്കീർത്തനങ്ങളെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിനൊരു സങ്കീർത്തനമെങ്കിലും പാടിയവർ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്തവനെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന ദാവീദ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. 1-ാം വാക്യം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ആദ്യം ദാവീദ് പറയുകയാണ്, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ ഓരോരുത്തരും ഇത് പറയണം കേട്ടോ. ആദ്യം ദൈവകൃപയും ദൈവഭക്തിയും ആരാധനയും ആരംഭിക്കേണ്ടത് എൻ്റെ ഇവിടെന്നാ. എന്നിട്ട് വേണം നിങ്ങളെ ആരാധിപ്പിക്കാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിപ്പിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആരാധിക്കുമ്പോൾ എൻ്റെ കൂടെ ആരാധിക്കാൻ ഒരു കൂട്ടം ജനത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തുതിക്കുകയാണ്. നീ ദൈവത്തെ സ്തുതിച്ചു നോക്ക്, നീ ദൈവത്തെ ആരാധിച്ചു നോക്ക്. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ ആരംഭിക്ക്. പ്രൈസ് ഗോഡ്. നിന്റെ കൂടെ മുട്ടുമടക്കി നിന്റെ ദൈവത്തെ ആരാധിക്കാൻ ദൈവം ജനത്തെ ഒരുക്കും. 2015 നിന്റെ ഭവനത്തിൽ നിന്ന് നിന്റെ കൂടെ മുട്ടുമടക്കാൻ ഒരുത്തനില്ലല്ലോ, ഒരുത്തിയില്ലല്ലോ. ചിന്തിക്കുന്ന ഭാരപ്പെടല്ലേ, ഭയപ്പെടല്ലേ. നീ ആരാധിക്കാൻ ആരംഭിക്ക്. നിന്റെ കൂടെ ആരാധിക്കാൻ നിന്റെ ജനത്തെ ദൈവം തരും. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, 2015 ഈ സഭയിൽ ആരാധിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ഒന്നിലധികം ആരാധനക്കാർ പുത്തനായി എഴുന്നേൽക്കട്ടെ, പുതുതായി എഴുന്നേൽക്കട്ടെ, പുതുതായി എഴുന്നേൽക്കട്ടെ. തടസ്സമായി വ്യാപരിക്കുന്ന ദുഷ്ടശക്തികൾ വിട്ടുപോ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ചിലപ്പം അറിവില്ലാതെ ആയിരിക്കാം, ചിലപ്പോൾ ബോധമില്ലാതെ ആയിരിക്കാം, ചിലപ്പോൾ ഇല്ലാതെ ആയിരിക്കാം നീ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. എന്തിന്? നിന്റെ കൂട്ടാളിയാ വിശ്വാസത്തിൽ വരുവാൻ, നിന്റെ മക്കൾ വിശ്വാസത്തിൽ വരുവാൻ, നിന്റെ കൂടെയുള്ളവർ വിശ്വാസത്തിൽ വരുവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കോട്ടയത്തൊരു വീട്ടിലൊരു ചില നാൾക്ക് മുമ്പ് ചെന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവിടെ ഭാര്യ മാത്രമേ വിശ്വാസത്തിലുള്ളൂ.
ഭർത്താവ് വിശ്വാസത്തിലല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എങ്കിലും ഈ ഭർത്താവിന് വ്യക്തിപരമായി എന്നോട് എന്തോ ഒരു അടുപ്പമുണ്ട്. പെന്തിക്കോസ്തുകാരോട് വലിയ താല്പര്യമില്ല, വ്യക്തിപരമായി എന്നോട് എന്തോ അടുപ്പമുണ്ട്. ആ അടുപ്പത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഞാൻ എങ്ങനെ ഭാഷ പെന്തിക്കോസ്തു വരുന്നത്? എൻ്റെ വീട്ടിൽ കാണുമ്പോൾ ഞാൻ എങ്ങനെ പെന്തിക്കോസ്തു വരുന്നത്? അപ്പം ഞാൻ വിചാരിച്ചു, പുള്ളിക്കാരൻ്റെ ഭാര്യ വിശ്വാസത്തിൽ വന്നിട്ട് ഒരു സാക്ഷ്യമില്ലാത്ത ആളാണോ? എനിക്കറിയാം, വളരെ സാക്ഷ്യമുള്ള സഹോദരിയാണ്. എന്നെ മനസ്സിലാക്കി എടുത്തോളം നല്ല ഭക്തയായ ഒരു സഹോദരിയാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്ന സഹോദരിയാണ്, ആരാധിക്കുന്ന സഹോദരിയാണ്, ഉപവസിക്കുന്ന സഹോദരിയാണ്. പ്രൈസ് ഗോഡ്. ആ ഭാര്യയെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാ വിശ്വാസത്തിൽ വരുന്നത്? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഉള്ളത് പറ, എന്താ പ്രശ്നം? പുള്ളിക്കാരിക്ക് എന്നാ കുഴപ്പം? അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? പക്ഷെ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ, ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ 10:30 മണിയാവും. ഭക്ഷണം കഴിച്ച് കിടക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റാലേ ബാക്കി കാര്യങ്ങൾ ശരിയാകത്തുള്ളൂ. എനിക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. പക്ഷേ 12 മണി കഴിയുമ്പം ഭൂമി കുലുക്കം പോലെ എൻ്റെ കട്ടിൽ കിടന്ന് കുലുങ്ങുന്ന കാണാം. ഞാൻ ഉണരും. നോക്കുമ്പോ എന്നാ, ഈ എൻ്റെ ഭാര്യ എൻ്റെ കട്ടിലിന്റെ സൈഡില് അതേ കിടക്കയിൽ മുട്ടുകുത്തി തുള്ളി അന്യഭാഷ എന്നല്ല പറഞ്ഞത്, എന്താണ്ടൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചാൽ ഞാൻ എങ്ങനെ ഉറങ്ങും? ഞാനും കൂടെ ഇതുപോലെ ആയാൽ പിന്നെ ജീവിതമുണ്ടോ? ഞാൻ സഹോദരിയോട് ചോദിച്ചു, പുള്ളിക്കാരി ആത്മാർത്ഥമായിട്ട് തൻ്റെ ഭർത്താവ് വിശ്വാസത്തിൽ വരാൻ വേണ്ടി ആരോ ദൂത് കൊടുത്താണോ തന്നെ തോന്നിയ രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒരു ആലോചന കിട്ടി. സ്വന്തമാണോ കിട്ടിയെന്നറിയത്തില്ല. പുള്ളിക്കാരി രാത്രിയുടെ യാമത്തിൽ എഴുന്നേക്കും, 4-ാം യാമം വരെ പ്രാർത്ഥിക്കും. ഇദ്ദേഹത്തിന് പ്രൈസ് ഗോഡ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ നല്ലവനായതുകൊണ്ടാണ് അവളെ അടിച്ചു ഓടിക്കാത്തതെന്ന്. ഒറ്റ ദിവസം പോലും മുടക്കില്ലെന്ന് അവർ. ചിലയിടത്തൊക്കെ വെള്ളിയും ചൊവ്വേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു, സഹോദരി കാര്യം ചെയ്യും, പ്രാർത്ഥിക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അല്പം കാര്യമുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് തട്ടി ഉണർത്തുമ്പോൾ ഭർത്താവിനെ ഉണർത്താതെ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ്, ശല്യമൊന്നും ഉണ്ടാക്കാതെ അടുത്ത മുറിയിൽ പോയി വാതിലൊക്കെ ജനലൊക്കെ അടച്ച് ഇങ്ങോട്ട് ശല്യം ചെല്ലാതെ, ഒച്ച ചെല്ലാതെ അവിടെ ഇരുന്ന് ആരാധനയും പ്രാർത്ഥനയും ഒന്ന് തുടങ്ങാൻ പറ്റുകയല്ലേ? അത് ഞാൻ ചെയ്യാം. ദൈവമക്കളെ പ്രേക്ഷ ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ആ ഭർത്താവ് ഇന്ന് വിശ്വാസിയാണ്. നിന്റെ പ്രാർത്ഥനയുടെ ആത്മാർത്ഥത അറിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അല്പം വീഴ്ചകൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ തോന്നിയാലും അത് ചെറിയൊരു കാര്യമായിരിക്കും. അതങ്ങോട്ട് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിന്റെ ആരാധന കൊണ്ട് തന്നെ, നിന്റെ പ്രാർത്ഥന കൊണ്ട് തന്നെ നിന്റെ വീട്ടിൽ ഫലം കാണും. യേശുവിന്റെ നാമത്തിൽ ഈ 2015 ആമേൻ, ഹല്ലേലൂയ. കൂട്ടാളി ആരാധനയ്ക്കില്ലെങ്കിൽ കൂട്ടാളിയെ കൂട്ടി ആരാധിപ്പിക്കുന്ന ദൈവശക്തി വ്യാപരിക്കട്ടെ. The name of Lord Jesus. സഭ ഒന്നടങ്കം അല്പസമയം ആരാധിച്ചാട്ടെ. ചില കുടുംബങ്ങളിൽ കുടുംബമായി ആരാധിക്കുന്നതിന് തടസ്സമായി വ്യാപരിക്കുന്ന ഫറവോന്യ ശക്തികൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. ശക്തിയോടെ ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ ഒരു കുടുംബത്തിലെ ആത്മീയ നിലവാരം ഒരുപോലെ പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന, ഭാര്യയിൽ വ്യാപരിക്കുന്ന, ഭർത്താവിൽ വ്യാപരിക്കുന്ന, മക്കളിൽ വ്യാപരിക്കുന്ന, മാതാപിതാക്കളിൽ വ്യാപരിക്കുന്ന സകല ദുഷ്ട ശക്തികളുടെ മേലും ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുത്ത് ആരാധിക്കുന്നു. പാരമ്പര്യത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, പൗരോഹിത്യത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, ജാതീയ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ സത്യാരാധന, ഒന്നിച്ചുള്ള ആരാധന, തീയിറങ്ങുന്ന ആരാധന, അനുഗ്രഹത്തിന്റെ ആരാധന, ഐശ്വര്യത്തിന്റെ ആരാധന, വെളിപ്പെടുന്നതിന് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ അന്യായ ശക്തികളെയും അന്യായ പടയുടെ പോരാട്ടങ്ങളെയും ഞങ്ങൾ ശാസിക്കുന്നു. അന്യാരാധനകളെ ശാസിക്കുന്നു, അന്യ പടകളെ ശാസിക്കുന്നു, അന്യ പോരാട്ടങ്ങളെ ശാസിക്കുന്നു, അന്യ ശക്തികളെ ശാസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്. ഞാൻ യഹോവയെ വാഴ്ത്തുമെന്നല്ല എഴുതിയിരിക്കുന്നത്, എല്ലാ കാലത്തും. ഞാൻ ചോദിക്കട്ടെ, നീ കർത്താവിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ വാഴ്ത്തുമെന്നല്ല,
എല്ലാ കാലത്തും ഏത് സാഹചര്യത്തിലും ഏത് പ്രശ്നത്തിന്റെ മുമ്പിലും ഏത് എതിർപ്പുകളുടെ മുമ്പിലും എത്ര ഇല്ലായ്മയായാലും എത്ര രോഗമായാലും എത്ര പ്രതികൂലങ്ങളായാലും എന്തെല്ലാം പ്രതികൂലമായി വന്നാലും എനിക്കത് വിഷയമല്ല. ജീവനുള്ളിടത്തോളം ഞാൻ ഈ ദൈവത്തെ ആരാധിക്കും. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്ക്. ഞാൻ ആരാധിക്കും. ആരാധനയ്ക്ക് കൂട്ടു വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ആരാധിക്കും. ജീസസ് 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 യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഉണ്മാനും ഉടുപ്പാനും അതുപോലെ തന്നെ ഉറങ്ങാനും ആരാധിക്കാനും കൂട്ടു വേണം. ഭക്ഷണം കഴിക്കാൻ കൂട്ടു വേണം, ഉറങ്ങാൻ കൂട്ടു വേണം, ഡ്രസ് ഇടാൻ കൂട്ടു വേണം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആരാധിക്കാനും ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് കൂട്ടു വേണ്ടെങ്കിൽ ആരാധിക്കാനും കൂട്ടു വേണ്ട. തീരുമാനിക്ക്. എൻ്റെ കൂടെ ആരും മുട്ടുമടക്കിയില്ലെങ്കിലും എൻ്റെ വീട്ടിൽ ഞാൻ മുട്ടുകുത്തി അന്യഭാഷയിൽ പാട്ടുകൾ പാടി ദൈവവചനം വായിച്ച് ഞാൻ ആരാധിക്കും. നീ ആരാധിക്കുമ്പോൾ നിന്റെ വീട്ടിലെ ഓരോ മുറികളിലും വ്യാപരിക്കുന്ന അധികാരം പറയുന്ന പൈശാചിക ശക്തികൾ ഓടും. നിന്റെ വീട്ടിലെ ഓരോ വ്യക്തികളിലും അധികാരം പറഞ്ഞുകൊണ്ട് ആമേൻ പ്രൈസ് ഗോഡ് വാശി പിടിച്ച് ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ദുഷ്ട ശക്തികൾ വിട്ടോടും. ആമേൻ. എങ്ങനെ ഓടുന്നറിയാമോ? ആരാധിക്കുന്നവന്റെ മുമ്പിലേക്ക് ആരാധനയ്ക്ക് യോഗ്യനായവൻ മാത്രമേ വരൂ. യേശുവിനെ ആരാധിക്കുന്നവന് യേശു ഇറങ്ങി വരും. യേശു ഇറങ്ങി വന്നാൽ അടുത്ത് നടക്കുന്നതിനാന്നറിയാമോ? ലഗ്യോൻ ബാധിച്ചവൻ അപ്പുറത്ത് കിടപ്പുണ്ടെങ്കിലും, ലഗ്യോൻ ബാധിച്ചവൻ അപ്പുറത്ത് ഇരിപ്പുണ്ടെങ്കിലും, നിന്റെ വീട്ടിന്റെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിലും, നിന്റെ വീട്ടിലെ ടിവിയുടെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിലും, കിടക്കയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിലും, അവൻ ബുക്കിന്റെ സ്റ്റഡി റൂമിൽ ഇരിക്കുകയാണെങ്കിലും അവിടെ നിന്ന് അവൻ എഴുന്നേറ്റ് വന്ന് യേശുവിനെ നമസ്കരിക്കും. In the name of Jesus, in the name of Jesus, in the name of Jesus. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ ശരിയല്ലേ? നീ ആരാധിക്കാൻ തുടങ്ങിയാൽ യേശു ഇറങ്ങി വരും. യേശു ഇറങ്ങി വന്നാൽ ചിലത് കമ്പ്യൂട്ടറിന് മുമ്പിലായിരിക്കും, ചിലത് ടിവിയുടെ മുമ്പിലായിരിക്കും, ചിലത് പുസ്തകം കൊണ്ടിരിക്കുകയായിരിക്കും, ചിലത് വനിതയും കൊണ്ടിരിക്കുകയായിരിക്കും, ചിലത് കിടന്ന് ഉറങ്ങുകയായിരിക്കും, വേറെ ചിലത് മൊബൈൽ ഫോണിൽ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഇനി വേറൊരെണ്ണം ആരാണ്ടിനോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ യേശു ഇറങ്ങി വന്നാൽ ഈ ലഗ്യോനുമായിട്ട് അവൻ വരും. പ്രൈസ് ഗോഡ്. ഈ ഭൂതപ്രേത വിശാചുക്കളുമായിട്ട് അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് നമസ്കരിക്കും. അവിടെ വച്ച് ഈ സകല ഭൂതത്തെയും പന്നികളിലേക്ക് ഓടിച്ചുകൊണ്ട് നിന്റെ കുഞ്ഞിന് സുബോധം തരും, നിന്റെ കൂട്ടാളിക്ക് സുബോധം തരും, നിന്റെ വീട്ടിന് ഐശ്വര്യം തരും, നിന്റെ വീട്ടിന് അഭിവൃദ്ധി തരും. യേശുവിന്റെ നാമത്തിൽ ഈ നാളുകളിൽ ലഗ്യോൻ ഓടിയതുപോലെ ചില കുടുംബങ്ങളിൽ നിന്ന്, ചില വ്യക്തികളിൽ നിന്ന് പന്നികളിലേക്ക് ഹല്ലേലൂയ ഭൂതങ്ങൾ ഓടട്ടെ. The name of Jesus. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി കുടുംബങ്ങളിൽ, ആരാധനകളിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അധികാരമുള്ള നാമത്തിൽ രക്തം ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുന്നു യേശു ഒന്ന് കാല് കുത്തിയപ്പം ഗദര ദീർഘമാ സൗഖ്യമായത്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ആമേൻ. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വ്യക്തി എന്ന് പറയുന്നെങ്കിലും ലൂക്കോസ് മത്തായിയിൽ രണ്ടുപേരെന്ന് പറയുന്നു. പ്രൈസ് ഗോഡ്. വേദശാസ്ത്രന്മാർ പറയുന്നത് ആ ഉഗ്രനെ അങ്ങ് വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രാജാവ് വന്നു എന്ന് പറഞ്ഞാൽ മന്ത്രി ഉണ്ടായിരുന്നു എന്ന് പറയണം, ഇൻസ്പെക്ടർ വന്നു എന്ന് പറഞ്ഞാൽ പോലീസ് ഉണ്ടായെന്ന് പറയണം, IG വന്നെന്ന് പറഞ്ഞാൽ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു പ്രത്യേകം പറയണം. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. മർക്കോസിൽ പറഞ്ഞതുപോലെ ഒറ്റ ഒരുത്തൻ വന്നപ്പോൾ കുട്ടിപ്പിശാചികളുള്ള ഒത്തിരി എണ്ണം അവിടെ ഉണ്ടായിരുന്നു.
എല്ലാം സൗഖ്യമായി, എല്ലാം സൗഖ്യമായി. ദൈവപ്രവൃത്തി ഒരു വീട്ടിൽ വെളിപ്പെട്ടാൽ, ദൈവപ്രവൃത്തി ഒരു ദേശത്ത് വെളിപ്പെട്ടാൽ, ദൈവപ്രവൃത്തി ഹല്ലേലൂയ ഒരു കൺഫൈൻഡ് ഏരിയ കേട്ടോ, യൂണിവേഴ്സൽ അല്ല ഞാൻ പറയുന്നത്, ഒരു വീട്ടിൽ വെളിപ്പെട്ടാൽ, ആമേൻ. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ നമ്മൾ വായിക്കുന്നു, സകലരുടെയും ചങ്ങലകൾ ഒട്ടി വീണു. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വീട്ടിൽ നീ ആരാധിച്ച് യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടാൽ നിന്റെ വീട്ടിലുള്ള മൊത്തം ചങ്ങലകളും, നിന്റെ വീട്ടിലുള്ള മൊത്തം ചങ്ങലകളും, നിന്റെ കൂട്ടാളിയിലുള്ള ചങ്ങല, മക്കളിലുള്ള ചങ്ങല, വേലക്കാരിലുള്ള ചങ്ങല, മൃഗങ്ങളിലുള്ള ചങ്ങല, സകലത്തിലും ആമേൻ, പ്രൈസ് ഗോഡ്, ആമേൻ. നിങ്ങൾക്ക് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പറയുമ്പോൾ മനസ്സിലാകും, പന്നിയുടെ മേൽ ലഗ്യോൻ കയറിയപ്പോൾ പന്നി എന്നാ ചെയ്തു? കടും തൂക്കത്തോടെ കടലിലോട്ട് ഓടിച്ചെന്ന് ചത്തു. അപ്പൊ ഈ ലഗ്യോന് പന്നിയെ കടലിലോട്ട് ഓടിക്കാൻ, സുബോധമുള്ള പന്നിക്ക് ചാടത്തില്ല, പന്നി ചത്തുവെന്ന് എനിക്കറിയാം. പ്രൈസ് ഗോഡ്. പന്നി നീന്തലെന്ന് എനിക്ക് തോന്നുന്നത്, ബാക്കിയുള്ള മൃഗങ്ങളെല്ലാം നീന്തൽ, പന്നിക്ക് നീന്തൽ അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല, ആരെങ്കിലും അറിയാം പിന്നെ പറഞ്ഞാൽ മതി. പന്നി നീന്തത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് ചത്തുപോകുമെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വെള്ളത്തിലോട്ട് തന്നെ, കടലിലോട്ട് തന്നെ ഓടിച്ചെന്ന് ചത്തു എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. പിശാചിനും അവന്റെ ദൂതന്മാർക്കും നിന്റെ പട്ടിയുടെ മേത്ത് കയറി പോയി കടിപ്പിക്കാൻ പറ്റും, പൂച്ചയുടെ മേത്ത് കയറി മാന്തിക്കാൻ പറ്റും, കോഴിയുടെ മേത്ത് കയറി കൊത്തിക്കാൻ പറ്റും. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ അവന് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം, യേശു വരുമ്പോൾ മൃഗങ്ങളൊക്കെ ചാകും, മനുഷ്യരൊക്കെ ജീവിക്കും. യേശുവിന്റെ നാമത്തിൽ, the name of Lord Jesus. യേശു വരുമ്പോൾ മൃഗങ്ങൾ ചാകും, മനുഷ്യൻ ജീവിക്കും. നീ മനുഷ്യകുലത്തിൽപ്പെട്ടവനാണെങ്കിൽ യേശു വരുന്നത് നിനക്ക് ഗുണമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തെ സ്തോത്രം. മനുഷ്യനുമുണ്ട് വേദപുസ്തക പ്രകാരം, മൃഗവുമുണ്ട് വേദപുസ്തക പ്രകാരം, മൃഗപ്രായനായ മനുഷ്യനുമുണ്ട്. പ്രൈസ് ഗോഡ്. ആരാ മൃഗപ്രായനായ മനുഷ്യൻ? ഗ്രഹിക്കാത്ത മനുഷ്യൻ. ഹല്ലേലൂയ. നമ്മൾ ഗ്രഹിക്കാത്തവരുടെ കൂട്ടത്തിലാകല്ലേ. ദൈവപ്രവൃത്തി കാണുമ്പോൾ നമ്മൾ അതിനെ വിവേചിക്കണം. അവൻ അവന്റെ കൈവേലയെ വിവേചിക്കായി കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. നമ്മളെ ഇടിക്കാനിടയാകരുത്, എന്നെ നിന്നെ ഇടിക്കാനിടയാകരുത്. ദൈവപ്രവൃത്തി കാണുമ്പോൾ അക്നോളജ് ഇറ്റ്, അത് അംഗീകരിക്കണം, അത് ഗ്രഹിക്കണം, അത് അംഗീകരിക്കണം, അത് ഏറ്റെടുക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവത്തിന് സ്തോത്രം. യേശു വരുമ്പോൾ വീട്ടിനകത്ത് വ്യത്യാസമുണ്ടാകും, കടയിൽ വ്യത്യാസമുണ്ടാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്ക് നന്നായിട്ട് അനുഭവമുള്ളതാണ്. ഒരു കട തുറന്നു വയ്ക്കും, വൈകുന്നേരം അടയ്ക്കും, ഒറ്റ മനുഷ്യൻ കയറുകയില്ല. തുറന്നു വയ്ക്കും, വൈകുന്നേരം അടയ്ക്കും, ഒറ്റ മനുഷ്യൻ കയറുകയില്ല. ഒറ്റ പ്രാർത്ഥന. ഇന്ന് കട അടയ്ക്കാൻ നേരമില്ല, അതുപോലെ തിരക്കാം. എന്താ സംഭവിച്ചെന്നറിയാമോ? എനിക്കറിയത്തില്ല. ഒരു കാര്യം അറിയാം, പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ മാറും, പ്രാർത്ഥിക്കുമ്പോൾ ബന്ധനങ്ങൾ അഴിയും, പ്രാർത്ഥിക്കുമ്പോൾ അടഞ്ഞതിനെ തുറന്ന് ദൈവം വഴി ഒരുക്കും. യേശുവിന്റെ നാമത്തിൽ 2015 നിന്റെ വീട്ടിൽ അടഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ, നിന്റെ ബിസിനസ് അടഞ്ഞു കിടക്കുന്നെങ്കിൽ, നിന്റെ ജോലിയിൽ അടഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ പിള്ളേരുടെ ഭാവിയിൽ അടഞ്ഞു കിടപ്പുണ്ടെങ്കിൽ പ്രാർത്ഥിക്ക്, തുറക്കും. 2015 തുറക്കും. ആമേൻ. പ്രാർത്ഥിച്ചാൽ വ്യത്യാസം വരുമെന്ന് അറിയാനായിട്ട് വേറെ എങ്ങും നിങ്ങൾ പോകണ്ട. ജോസ് കാച്ചപ്പള്ളി എന്ത് ചെയ്യും? ജോസ് കാച്ചപ്പള്ളി ഇദ്ദേഹത്തോടൊന്ന് ചോദിച്ചാൽ മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പണ്ട് ഉണ്ടായിരുന്ന ഒരു ഹോട്ടല്, അത് തന്നെയാണ് ഇന്നും ഉള്ളത്. പ്രൈസ് ഗോഡ്. ആ സ്ഥലം മാറിയിട്ടില്ല, ബിസിനസ് മാറിയിട്ടില്ല, ക്ലയൻസും മാറിയിട്ടില്ല. പ്രൈസ് ഗോഡ്. അദ്ദേഹത്തിൻ്റെ മെയിൻ ക്ലയന്റ് എന്ന് പറയുന്നത് ഈ എറണാകുളത്ത് നിന്ന്, കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർക്കും മൈസൂർക്കും പോകുന്ന ബസ് ലക്ഷറി കോച്ചുകളിലെ യാത്രക്കാരാണ് ക്ലയൻസ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ബുദ്ധിമുട്ട് ഉണ്ടായത് ഇത്രയേ ഉള്ളൂ, വണ്ടി മുമ്പിൽ കൂടെ പോകും, നിർത്തുകയില്ല. നാഷണൽ ഹൈവേ NH47 ഈ ഹോട്ടലിന്റെ മുമ്പിൽ കൂടെ പോകും, അവിടെ നിർത്തുകയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ.
മട്ടൻ വെച്ച് നോക്കി, ചിക്കൻ ഉണ്ടാക്കി നോക്കി, ഫ്രൈ ഉണ്ടാക്കി നോക്കി, കരിമീൻ വറുത്തത് വില കുറച്ച് കൊടുത്ത് നോക്കി. പ്രൈസ് ഗോഡ്. ഒരുപാട് അടവുകൾ നോക്കി. പുട്ടുണ്ടാക്കി, കടലയുണ്ടാക്കി, പൂരി ഉണ്ടാക്കി, മസാല ദോശ ഉണ്ടാക്കി, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, പൊറോട്ടയും ഉണ്ടാക്കി. ആമേൻ. എന്നിട്ടും പൊറോട്ടയും ബീഫ് ഫ്രൈയും അവിടെ ഇരിക്കുകയല്ലാതെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഒടുവിൽ തീരുമാനിച്ചു, ഇനി പൊറോട്ട ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ബീഫ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കാശ് മുടക്കിയിട്ട് കാര്യമില്ല, ഇത് അടച്ചു പൂട്ടാം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അങ്ങനെ അടച്ചു പൂട്ടാനുള്ള സകല സന്നാഹവും ഒരുങ്ങിയിരിക്കുമ്പോഴാണ് പ്രാർത്ഥന ആരംഭിച്ചത്. ദൈവമക്കളെ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്നത്തെ സ്ഥിതി അടയ്ക്കാൻ നേരമില്ല. അതുപോലെ ആമേൻ വന്ന് നിരന്ന് നിൽക്കുകയാണ്. ഒരു 6 മണി കഴിഞ്ഞ് നോക്കിയാൽ കാച്ചപ്പള്ളിയുടെ ഹോട്ടലിന്റെ മുമ്പിൽ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. അത്രയധികമായി മാറ്റം വരുത്താൻ എങ്ങനെ കഴിഞ്ഞു? പ്രാർത്ഥന കൊണ്ട് കഴിഞ്ഞു. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു വർഷമായി 2015 മാറട്ടെ. നമ്മുടെ ഉറപ്പതാണ്, നമ്മുടെ ധൈര്യമതാണ്. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. മുടങ്ങിക്കിടക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ വഴികൾ തുറക്കുന്ന വർഷമായി 2015 മാറട്ടെ. ആമേൻ. വേറെ ഒന്നും ചെയ്തില്ല. അന്നത്തെ പൊറോട്ടയും അന്നത്തെ ഇറച്ചിയും അന്നത്തെ മെനു മാറ്റിയിട്ടില്ല. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ദൈവമക്കളുടെ നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന പോരാട്ടങ്ങൾ ഉണ്ട്. നിങ്ങൾക്കുമുണ്ട്, എനിക്കുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. എന്നാൽ അതോടൊപ്പം ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ആമേൻ. കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചാൽ വിട്ടുമാറാത്ത പോരാട്ടം ഇല്ല. കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചാൽ ഗദരദേശത്ത് കർത്താവ് വന്നപ്പോൾ നടന്നതുപോലെ തന്നെ നിന്റെ ഭവനത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളിൽ, നിന്റെ കൂട്ടാളിയിൽ, നിന്റെ പ്രിയപ്പെട്ടവരിൽ ജീവനുള്ള ദൈവത്തെ ജീവനോടെ ആരാധിക്കത്തക്കവണ്ണം മാറ്റങ്ങൾ വരുത്താൻ ദൈവം ശക്തൻ, ദൈവം ശക്തൻ, ദൈവം ശക്തൻ. യേശു മതിയായവൻ, യേശു മതിയായവൻ, യേശു മതിയായവൻ. ആമേൻ. അതുകൊണ്ട് ഇന്ന് ഈ ഡിസംബർ മാസത്തിൽ ഈ ഉപവാസം കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഒരു കൂട്ടുമില്ലെങ്കിലും ഞാൻ നിൽക്കും. ഒരു കൂട്ടുമില്ലെങ്കിലും ഞാൻ പാടും. ഒരാളും കൂട്ടില്ലെങ്കിലും ഞാൻ ആരാധിക്കും. ഒരാളും എനിക്ക് അനുകൂലമല്ലെങ്കിലും ഞാൻ നിൽക്കും, ഞാൻ പാടും, ഞാൻ ആരാധിക്കും, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും, ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തും. തീരുമാനിക്ക. അത്ഭുതങ്ങൾ ചെയ്യത്തക്കവണ്ണം ദൈവ സാന്നിധ്യം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ കർത്താവ് കൊതിക്കുന്നു. ആമേൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യെരുശലേമിലെ, ഇസ്രായേലിലെ, പലസ്തീൻ നാടുകളിലെ, യഹൂദ്യയിലെ, ശമരിയയിലെ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദക്കപ്പലി നാട്ടിലെ, പ്രൈസ് ഗോഡ് കഫർനഹൂമിലെ എല്ലാ തെരുവുകളിലും, എല്ലാ മുക്കിലും മൂലയിലും നിന്ന് പ്രൈസ് ആയിരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു വന്ന യോനാച്ചായൻ, ആമേൻ ഹല്ലേലൂയ, പത്മോസ് ദ്വീപിൽ ഒരു കർത്തൃ ദിവസത്തിലായപ്പോൾ ഒറ്റ വിശ്വാസിയില്ല സഭയിൽ. ഉപദേശി മാത്രം. ഹല്ലേലൂയ. ആരാധിച്ചോ? ഒറ്റ ഒരു വ്യക്തി മതി ആരാധന കൊടുക്കേണ്ടടുത്ത് കൊടുക്കാൻ, ചെല്ലേണ്ടടുത്ത് ചെല്ലാൻ, എത്തേണ്ടടുത്ത് എത്തിക്കാൻ, ഇറങ്ങേണ്ടവൻ ഇറങ്ങാൻ. മാറത്ത് പൊൻകൊച്ച കെട്ടിയവനായി, വെള്ളോടിന് സാദൃശ്യമുള്ള കാലുകൾ ഉള്ളവനായി, അഗ്നിജാലക്കുന്ന കണ്ണുള്ളവനായി എന്റെ യേശു ഒറ്റ ഒരു വ്യക്തിയുടെ ആരാധനയിൽ ഇറങ്ങി വന്നെങ്കിൽ നീ പേടിക്കല്ലേ, നീ ഭാരപ്പെടല്ലേ. നിനക്ക് വേണ്ടി 2015 ഒറ്റയ്ക്കിരുന്ന് ആരാധിച്ചാലും നിന്റെ ദൈവം ഇറങ്ങി വരും. ആമേൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. 2015 ഒരൊറ്റ ദിവസം വിടാതെ. ഹല്ലേലൂയ. നിങ്ങൾ തീരുമാനിക്കണം 2 നേരമോ 3 നേരമോ. ഞാൻ 3 നേരം എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. നിങ്ങൾ തീരുമാനിക്കണം 2ഓ 3ഓ അല്ലെങ്കിൽ 1ഓ. എന്ത് ചെയ്യും? ഞാൻ ആരാധിക്കും. ഈ ദൈവത്തെ ആരാധിക്കും. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരാധിച്ച് ഹല്ലേലൂയ ഗീതം പാടി അവനെ സ്തുതിക്കുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. എൻ്റെ മനസ്സിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ ഇടപാടുകളിലും ഒരു കാര്യം 24 മണിക്കൂറും എൻ്റെ ഓരോ സെല്ലുകളിലും ആമേൻ ഹല്ലേലൂയ ത്രസിച്ചു കൊണ്ടിരിക്കും. എന്തെന്നറിയാമോ?
He is Lord. He is Lord. He has risen from the grave and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Oh Lord my God, I am in awesome wonder. Consider all Thou workest with me. I see the stars, I hear the mighty thunder. Thy power throughout the universe display. Then sings my soul, my Savior God, to Thee. How great Thou art! How great Thou art! Then sings my soul, my Savior God, to Thee. How great Thou art! How great Thou art! Then sings my soul, my Savior God, to Thee. How great Thou art! How great Thou art! Then sings my soul, my Savior God, to Thee. How great Thou art! How great Thou art! When Christ shall come with shouts of acclamation and take me home, what joy shall fill my heart. When Christ shall come with shouts of acclamation and take me home, what joy shall fill my heart. Then shall I bow in humble adoration and there proclaim, my God, how great Thou art. Then sings my soul, my Savior God, to Thee. How great Thou art! How great Thou art! Then sings my soul, my Savior God, to Thee. How great Thou art! How great Thou art! ഒറ്റയ്ക്കിരുന്നായാൽ നിന്റെ അന്തരാത്മാവിൽ നിന്ന്, ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് ഈ ദൈവം എത്ര വലിയവരെന്ന് പറഞ്ഞ് ആരാധിച്ചു നോക്ക്. പത്മോസ്തുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന, യോഹന്നാന് വേണ്ടി ഇറങ്ങി വന്ന കർത്താവ് നിനക്ക് വേണ്ടി വരുമെന്ന് വിശ്വസിച്ചൊരു സ്തോത്രം പറഞ്ഞ് ആരാധിക്കാമോ? ഇത് ഞായറാഴ്ച മാത്രമല്ല, ഇത് ആരാധനാ ദിവസം മാത്രമല്ല, നിന്റെ വീട്ടിൽ എല്ലാ ദിവസവും
കർത്താവിൻ്റെ സാന്നിധ്യം വരുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? എപ്പോൾ? ആരാധിക്കേണ്ടവനെ ആരാധിക്കുമ്പോൾ. അതുകൊണ്ട് അപ്പം വന്നില്ല, അമ്മ വന്നില്ല, മക്കൾ വന്നില്ല, ഭാര്യ വന്നില്ല, ഭർത്താവ് വന്നില്ല, ചിന്തിക്കല്ലേ. നിന്റെ ഉള്ളത്തിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, പ്രേരണ, അത് ഉപയോഗിച്ച് മുട്ടുകുത്ത്. പരീക്ഷണത്തിന് വേണ്ടി ഞാനൊരു ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാം നിങ്ങളോട്. പ്രൈസ് ഗോഡ്. വീട്ടിൽ കുടുംബ പ്രാർത്ഥന സമയത്ത് അമ്മ വേദപുസ്തകം എടുത്ത് പാട്ടുപുസ്തകം എടുത്ത് വന്ന് പാട്ട് പാടാൻ തുടങ്ങിയ എല്ലാം മാളത്തിൽ നിന്ന് വരികയല്ലേ? വരും. വരാത്തതിനെ പിടിച്ചുകൊണ്ടിരുന്നാൽ മതി, പിന്നെ വല്ലതും ഉണ്ടെങ്കിൽ. പ്രൈസ് ഗോഡ്. പക്ഷേ ഹല്ലേലൂയ, അങ്ങനെയല്ല. ആത്മാർത്ഥമായി ദിവസം 3 നേരം ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ മുട്ടുകുത്തി യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് സ്വർഗത്തേക്ക് ഹൃദയമുയർത്തി പ്രാർത്ഥിച്ചാൽ വചനമെന്നറിയാമോ? പ്രവാസികളായി നിങ്ങളെ വല്ലവരും വല്ല ദേശത്തും പിടിച്ചുകൊണ്ടുപോയി അടിമപ്പാടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്നെ അവിടുന്ന് പുറപ്പെടുവിച്ച് ദൈവത്തിൻ്റെ ആലയത്തിൽ, ദൈവത്തിൻ്റെ നഗരമായ യെരൂശലേമിൽ ആരാധിക്കത്തക്കവണ്ണം ശത്രുവിന്റെ ദേശത്തു നിന്ന് പ്രവാസം മാറ്റി നിന്റെ ദേശത്തേക്ക് കൊണ്ടുവരും. ഇത് വാഗ്ദത്തമാണെങ്കിൽ ഇത് നടന്നിരിക്കും. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, അവൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില ജീവിതങ്ങൾ വെളിയിൽ വരത്തക്കവണ്ണം ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. ശരിയായ ഒരു ആരാധന വെളിപ്പെടുമ്പോൾ, പ്രാർത്ഥന വെളിപ്പെടുമ്പോൾ, അർദ്ധരാത്രി പൗലോസും ശിലാസും പ്രാർത്ഥിച്ച് സ്തുതിച്ചപ്പം എന്തൊക്കെ സംഭവിച്ചോ അത് നിന്റെ വീട്ടിലും നടക്കാം. ഒന്നുമില്ലെങ്കിൽ വാതിൽ തുറക്കും, ചങ്ങല പൊട്ടും. ഭൂകമ്പം ഉണ്ടായിരിക്കുക ചെയ്യട്ടെ. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും. എന്നാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ചങ്ങല പൊട്ടും, ബന്ധനങ്ങൾ അഴിയും. ബന്ധനങ്ങളെ അഴിച്ച് ചങ്ങലകളെ പൊട്ടിച്ച് വാതിലുകളെ തുറന്ന് നിന്റെ ദൈവം ഇറങ്ങി വരുന്നൊരു ദിവസങ്ങൾ മുന്നിലുണ്ടെന്ന് കണ്ട് വിശ്വസിച്ച് സ്തോത്രം പറ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ കൊച്ചു വീടുകളിലേക്ക്, കൊച്ചു മുറികളിലേക്ക്, പ്രാർത്ഥനാ മുറികളിലേക്ക് നിന്റെ സാന്നിധ്യം 2015 എല്ലാ ദിവസവും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ഇറങ്ങി വരണമേ. അതിന് തക്കവണ്ണം ക്രമീകരിക്കണം. വീട്ടിലെ പ്രാർത്ഥന ക്രമീകരിക്കണം, ആരാധന ക്രമീകരിക്കണം, സമയം ക്രമീകരിക്കണം, എല്ലാം ക്രമീകരിക്കണം. നിന്റെ കൂടെ ആളെ കിട്ടിയില്ലെങ്കിലും ആ ക്രമീകരണം അനുസരിച്ച് നീ പോകണം. പറ്റുമെങ്കിൽ കരമുയർത്തിയിട്ട് സ്തോത്രം ചെയ്യാമോ? എൻ്റെ വീട്ടിൽ ഞാനിത് നടപ്പാക്കാൻ പോകുകയാണെന്ന് മനഃപൂർവ്വമായി ചിന്തിച്ച് കരമുയർത്തി ചിന്തിക്കുന്നവരൊരു സ്തോത്രം പറഞ്ഞാട്ട്. നിന്റെ വീട്ടിൽ തന്നെ നടക്കും ചിലത്, നിന്റെ മുറിയിൽ തന്നെ നടക്കും ചിലത്, നിന്റെ മതിൽക്കെട്ടിനകത്ത് തന്നെ ചിലത് നടക്കും. കാരണം ജീവനുള്ള ദൈവത്തിന്റെ ശക്തിയാണത്. ആമേൻ. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. പിന്നെ അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ ചിലരെ കണ്ടിട്ടുണ്ടെന്നിരിക്കുമ്പോൾ ഏത് നേരം സ്തോത്രം 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 സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, താങ്ക് യു ലോർഡ് എന്ന് പുറത്തും അകത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്ന വല്ലവരെയും കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അത് നല്ലൊരു സ്വഭാവമാണെന്ന് മനസ്സിലാക്കിക്കോണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ പലരും ഈ പറയുന്നുണ്ടല്ലോ, സ്തോത്രം പറയുന്നത് പലരും പ്രശ്നം വരുമ്പോഴേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, വീതി കുറഞ്ഞ റോഡിൽ കൂടെ അപ്പുറത്ത് കുഴി ഇപ്പുറത്ത് കുഴി. പ്രൈസ് ഗോഡ്. ഞാൻ വണ്ടി ഓടിച്ചു പോകുക, എൻ്റെ വണ്ടിയുടെ പുറകിൽ നിൽക്കുക, എനിക്ക് മനസ്സിലായില്ല എന്തോ പാമ്പ് ഈറ്റുന്നവരെ ചെന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു സഹോദരി അവിടെ സ്തോത്രം 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 പറയുക, ഐസ് മാത്രമേ വരുന്നുള്ളൂ. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? അല്ലേ, അപ്പുറത്ത് കുഴിയാ ഇപ്പുറത്തും കുഴിയാ. എടാ, അപ്പുറത്തും ഇപ്പുറത്തും കുഴിയാകുമ്പോഴല്ല സ്തോത്രം പറയുന്നത്. നേരത്തെ പറഞ്ഞ സ്തോത്രം കൊണ്ട് നീ അപ്പുറത്ത് കടക്കും. നേരത്തെ സ്തുതിച്ച സ്തുതി കൊണ്ട് അപ്പുറത്ത് കടക്കും. നേരത്തെ ആരാധിച്ച ആരാധന കൊണ്ട് അപ്പുറത്ത് കടക്കും. കഷ്ടം വരുമ്പോൾ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. എല്ലാവരും ദൈവത്തിന്റെ സ്തോത്രം പ്രതീക്ഷിച്ചിരിക്കുന്നത്, യഹൂദാ ജനം മുഴുവൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നാന്നറിയാമോ? പിറ്റേന്ന് പത്രോസിന്റെ തല വെട്ടും. പ്രൈസ് ഗോഡ്. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിന്റെ തല വെട്ടിയതുപോലെ തന്നെ. കാരണം ഹെരോദാവ് യോഹന്നാന്റെ തല വെട്ടിയ യാക്കോബിന്റെ തല വെട്ടിയ ഹെരോദാവ്
പത്രോസിനെ പിടിച്ചിട്ടുണ്ട്. ഇനി അവൻ അധികം കിടന്ന് പ്രസംഗിക്കത്തില്ല, അവനിവിടെ അധികം ബഹളം ഉണ്ടാക്കത്തില്ല, അവനിവിടെ അന്യഭാഷ പറയത്തില്ല, അവനിവിടെ ഹല്ലേലൂയ 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിൽക്കത്തില്ല, അവൻ സ്നാനപ്പെടുത്തത്തില്ല. നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. നമ്മുടെ പുരോഹിതന്മാർക്ക് സമാധാനം, മഹാപുരോഹിതന്മാർക്ക് സമാധാനം, ശാസ്ത്രിമാർക്ക് സമാധാനം, പരീശന്മാർക്ക് സമാധാനം, നമുക്ക് മൊത്തം സമാധാനം. ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത്രയും സമാധാനകേടുള്ള സന്ദർഭത്തിൽ പത്രോസിന് എന്ത് ചെയ്യുക? പടയാളികൾ നടുവിൽ കിടന്ന് ഉറങ്ങുകയാണ്. 4 പേരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ച അവരുടെ മധ്യ കിടന്ന് പത്രോസ് ഉറങ്ങുമ്പോൾ അത്ഭുതപ്പെടണ്ട. പത്രോസിനൊരു ഉറപ്പുണ്ട്, ഞാൻ പണ്ട് പ്രാർത്ഥിച്ചു ഇവിടെ കയറിയേക്കുന്നത്, ഞാൻ അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ പലിശ മതി എന്നെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാൻ. നിന്റെ പ്രാർത്ഥനയുടെയും നിന്റെ ഉപവാസത്തിന്റെയും പണ്ട് പ്രാർത്ഥിച്ച, പണ്ട് ആരാധിച്ച, പണ്ട് ദൈവത്തെ സ്തുതിച്ച നിഷ്കളങ്ക മനസാക്ഷിയോടെ, നിർമ്മല മനസാക്ഷിയോടെ, ആഗ്രഹത്തോടെ, അവൻ അതി വിശുദ്ധിയോടെ ഈ ദൈവത്തെ പണ്ട് സ്തുതിച്ച് ആരാധിച്ചതിന്റെ പലിശ മതി നിന്നെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ. നിങ്ങൾ പ്രവർത്തിച്ചത്, നിങ്ങൾ ചെയ്തത് മറന്നു പോകാൻ തക്കവണ്ണം കർത്താവ് നീതി കെട്ടവനല്ല. കഴിഞ്ഞ നാളുകളിൽ നീ ദൈവത്തിന് വേണ്ടി ചെയ്തത് മറക്കത്തില്ല, മറക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ ആർക്കു വേണ്ടി ചെയ്തു? നീ കർത്താവിന് വേണ്ടി ചെയ്തത് മറക്കത്തില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ഹന്ന പ്രാർത്ഥിച്ചപ്പം ഒരു വേർഡ് ആ പ്രാർത്ഥനയുടെ കൂടെ ചേർത്തു, അടിയനെ മറക്കാതെ. ഒരു വാക്കും കൂടെ ചേർത്തു, ഓർക്കുകയും. നിന്റെ ദൈവം ഹല്ലേലൂയ നീ മുട്ടുമടക്കുമ്പോൾ പറയണ, കർത്താവേ അടിയനെ മറക്കാതെ, അടിയനെ ഓർക്കണമേ. ഇന്ന് ഒരു കാര്യം ഉറപ്പുണ്ട്, ആര് മറന്നാലും, പെറ്റമ്മ മറന്നാലും, പാനപാത്രവാഹകൻ മറന്നാലും, സകലരും നിന്നെ മറന്നാലും, തക്ക സമയത്ത് നിന്റെ പേർ ചൊല്ലി വിളിച്ച് ഓർപ്പിച്ച് നിന്റെ പദവിയിലോട്ട്, നിന്റെ അനുഗ്രഹത്തിലോട്ട്, നിന്റെ ഉയർച്ചയിലേക്ക്, നിന്നെ എന്തിനു വേണ്ടി കണ്ടോ ആ പൊസിഷനിലേക്ക് ആമേൻ ഹല്ലേലൂയ ഇറക്കിക്കൊണ്ടുവരുന്ന നിർത്തുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഉടബല ഹദ്ര ജബനക രഗത ജലമ. യോസഫേ, ഭാരപ്പെടല്ലേ, ഭാരപ്പെടല്ലേ, ഭയപ്പെടല്ലേ. ദൈവപ്രവൃത്തി നീ കാണും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം 1-ാം വാക്യം, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, മാത്രമല്ല അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമ്മുടെ കൺട്രോളിലുള്ള വിഷയമായി ആണത്. പ്രൈസ് ഗോഡ്. നമ്മൾ വിചാരിച്ചാൽ നടക്കും. അത് ഒരു സ്വഭാവമാക്കി മാറ്റി നോക്ക്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2-ാമത് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ആമേൻ. 3-ാമത്തെ വാക്യം, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ആദ്യം ദാവീദ് തീരുമാനിച്ചു, ഞാൻ വാഴ്ത്തും, ഞാൻ പുകഴ്ത്തും, ഞാൻ സ്തുതിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2-ാമത് ദാവീദ് പറയുകയാണ്, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഇതാരോടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇപ്പം ഞാൻ ചോദിച്ച പിടികിട്ടത്തില്ല, താഴോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദാവീദ് ഇപ്പറഞ്ഞത് തൻ്റെ വീട്ടിലാണ്. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുക. ആരോടാ പറഞ്ഞെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തൻ്റെ കൂട്ടാളിയോട്. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്. നീ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ നിന്റെ കൂട്ടാളി വിശ്വാസി ആണെങ്കിൽ, നിന്റെ കൂട്ടാളി യേശുവിൽ വിശ്വസിക്കുന്നവനാണെങ്കിൽ, വിശ്വസിക്കുന്നവളാണെങ്കിൽ, നിന്റെ കൂട്ടാളി വേദപുസ്തകം വായിക്കുന്നവനാണെങ്കിൽ, വേദപുസ്തകം ഗ്രഹിക്കുന്നവനാണെങ്കിൽ, നിന്റെ കൂട്ടാളി നിന്നോടൊന്നിച്ച് ഞായറാഴ്ച ആരാധിക്കുന്നവനോ ആരാധിക്കുന്നവളോ ആണെങ്കിൽ, ഹൗസ് ചർച്ചിലും ഏരിയ മീറ്റിങ്ങിലും സോണൽ മീറ്റിങ്ങിലും കൺവെൻഷനിലും ഒക്കെ നീയും ഒന്നിച്ച് വരുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? പ്രൈസ് ഗോഡ്. നീ ഒരു പാട്ട് പാടി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ കോട്ടയത്തെ വീട് പറഞ്ഞത് രക്ഷിക്കപ്പെടാത്ത ആളുടെ കാര്യം കേട്ടോ. ഇനി വിശ്വാസിയായ ഭർത്താവ്
സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ഭാര്യ എഴുന്നേറ്റ് പോയി പ്രാർത്ഥിക്കണ്ട. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഭർത്താവിന് ഇതിൻ്റെ അകത്തിരുന്ന് ഉറങ്ങാമെങ്കിൽ പിന്നെ കിടക്കിരുന്ന് ഉറങ്ങാം, രാത്രി നല്ല ബുദ്ധിമുട്ട്. ഇത്രയും ബഹളത്തിലാണ് ഇതൊക്കെ വെച്ച് അടിച്ചിട്ട് അതിൻ്റെ അകത്തിരുന്ന് ഉറങ്ങാമെങ്കിൽ വീട്ടിൽ നിന്റെ പ്രാർത്ഥന കൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല വിശ്വാസിക്ക്. അതുകൊണ്ട് പ്രൈസ് ഗോഡ്, വിശ്വാസി എഴുന്നേറ്റ് പോകണ്ട, അവനവൻ്റെ വീട്ടിൽ തന്നെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവം അനുവദിക്കുന്ന സമയത്തൊക്കെ ശരിക്കും അങ്ങ് പ്രാർത്ഥിക്കുക, ശരിക്കും ആരാധിക്കുക. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എന്നിട്ട് കുറച്ചു നേരം നോക്കിയിട്ട് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. രാത്രി 9 മണിക്ക് കിടന്ന ഭർത്താവാണെങ്കിൽ 10 മണിക്ക് കിടന്ന ഭാര്യയാണെങ്കിൽ ഒന്ന് തട്ടിയേക്കുക, വാ എഴുന്നേക്ക്, നമുക്ക് ഇച്ചിരി നേരം പ്രാർത്ഥിക്കും, ഇച്ചിരി നേരം ഒന്ന് ആരാധിക്കും, ഒരു കൊച്ചു പാട്ടും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. വിളിക്കണം. ആദ്യമൊക്കെ ബഹളം, നീ മനുഷ്യൻ ഉറക്കാൻ കൊണ്ട് സമ്മതിക്കത്തില്ല എന്നൊക്കെ ചോദിച്ചെന്നിരിക്കും. പ്രൈസ് ഗോഡ്. ഇപ്പം ഇന്ന് ഉറങ്ങണ്ട, ഇച്ചിരി നേരം പ്രാർത്ഥന, എന്നിട്ട് കിടന്നോ, നാളെ ലേറ്റായിട്ട് എഴുന്നേറ്റാലും വേണ്ടുകയില്ല. എഴുന്നേൽക്കണം, എഴുന്നേൽപ്പിക്കണം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ചിലർക്ക് തോട്ടി ഉണ്ടെങ്കിൽ ഈ കാര്യം നടക്കുള്ളൂ. കാരണം ഭർത്താവ് അത്രയും ദൂരെയാണ്, അല്ലെ ഭാര്യ അത്രയും ദൂരെയാണ്. പ്രൈസ് ഗോഡ്. നല്ല അരയിഞ്ചിന്റെ പൈപ്പ് മേടിച്ചിട്ട് ഒരു തോട്ടി ഉണ്ടാക്കുക. ആ തോട്ടിയുടെ അറ്റത്ത് പ്രൈസ് ഗോഡ് അരിവാള് തന്നെ പിടിപ്പിക്കണം. സുരേഷ് എനിക്കൊരു തോട്ടി കൊണ്ട് തന്നു, നല്ല ഒന്നാമത്തെ തോട്ടി, അരിവാളാണ്. തോണ്ടിക്കഴിഞ്ഞാൽ അറ്റിങ് പോരും. പ്രൈസ് ഗോഡ്. അരിവാള് തന്നെ പിടിപ്പിച്ചിട്ട് ചുമ്മാ തോണ്ടുകയല്ല, തോണ്ടി വലിക്കണം. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നല്ലേ? ആരും അരിവാളെടുത്തേക്കല്ലേ കേട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിച്ചാൽ മതി. ഇന്ന് വീട്ടിൽ പോയിട്ട് തോട്ടി ഉണ്ടാക്കി ഭർത്താവിൻ്റെ കഴുത്തേലോട്ട് ഈ അരിവാള് വെച്ച് വലിച്ച് ലാസ്റ്റ് എന്നെ പോലീസ് സ്റ്റേഷൻ പിടിപ്പിക്കല്ലേ. പ്രൈസ് ഗോഡ്. സഭയിൽ പ്രസംഗിച്ചപ്പോൾ കിട്ടിയ ദൂതാന്നും പറയല്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാടാന്നല്ലേ, കാണിച്ചു തരാടി എന്ന് പറഞ്ഞ് ഇവിടെ എഴുന്നേറ്റും പോകല്ലേ. പ്രൈസ് ഗോഡ്. ഞാൻ ഇത്രയും ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ രണ്ടുപേരും കുടുംബത്തിലിരുന്ന് ഒന്നിച്ച് ഒറ്റയ്ക്ക്, മക്കളൊന്നും വേണ്ട. പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ മക്കൾ ഇല്ലാത്തതുകൊണ്ട് പറയാമെന്ന് വിചാരിക്കല്ലേ. പ്രൈസ് ഗോഡ്. നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് അല്പസമയം എല്ലാ രാത്രിയും കിടന്ന ശേഷം എഴുന്നേറ്റ് അത് 10 മണിക്ക് കിടന്നാൽ 6 മണിക്ക് എഴുന്നേൽക്കുമെങ്കിൽ ബിറ്റ്വീൻ 10 and 6 ഒരു സമയം കണ്ടെത്തി ആരെങ്കിലും ഒരാൾ എഴുന്നേൽക്കുക, മറ്റേ കുത്തിപ്പോകും, വലിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടുത്ത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ വലിച്ചു കൊണ്ടിരുന്ന ദൂരത്തിലാണ് സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവെങ്കിൽ 2015 ഒരു മാറ്റം ഉണ്ടാകും. ഇത് ദൈവഹിതപ്രകാരമുള്ള കാര്യമല്ലെന്ന് മനസ്സിലാക്കും. പ്രൈസ് ഗോഡ്. ആമേൻ. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, സാത്താൻ നിങ്ങളെ വീണ്ടും പരീക്ഷിക്കാതിരിക്കേണ്ടതിന് പ്രൈസ് ഗോഡ് പരസ്പരം സമ്മതത്തോടുകൂടെ അല്ലാതെ ഭാര്യ ഭർത്താവിനെ ഒരു സമയത്തേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ലാതെ പിരിഞ്ഞിരിക്കാൻ ഇടയാകരുത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ അനുവാദമുണ്ട്. അല്ലാത്തിടത്തോളം കാലം രണ്ടുപേരും ഒന്നിച്ചിരുന്ന് എല്ലാ കാര്യങ്ങളിലും നിൽക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്നാണ് വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കാരണം അല്ലെങ്കിൽ സാത്താൻ നിങ്ങളെ പരീക്ഷിക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ഒത്തിരി സൈക്കോളജിക്കലായിട്ടുള്ള ചില ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞതെന്നറിയാമോ? അവൻ കൂട്ടാളി വഴിതെറ്റി പോകുന്നത് പലപ്പോഴും അവൻ മറ്റേ കൂട്ടാളി അടുത്തില്ലാത്തതുകൊണ്ടാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. മറ്റ് ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഞാൻ വായിച്ചിട്ടുള്ളത്, ആമേൻ, രാത്രിയിൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, TV-യിൽ കാണരുതാത്ത ചാനലുകളോ കാണരുതാത്ത പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പ്രോഗ്രാംസോ. ആർക്ക് കാണരുതാത്തത്? ദൈവമൊക്കെ കേട്ടോ. TV കാണിക്കുന്ന എല്ലാം കാണാനാ, ആർക്കെങ്കിലും കാണാനാ. നമുക്ക് കാണാൻ വയ്യാത്ത, നമുക്ക് കാണാൻ പാടില്ലാത്ത, നമുക്ക് കാണാൻ അവകാശമില്ലാത്ത പ്രോഗ്രാംസ് ദൈവത്തിന് സ്തോത്രം കാണുന്ന മിക്ക കുടുംബങ്ങളിലും ഭർത്താക്കന്മാരോ ഭാര്യമാരോ ഒറ്റയ്ക്കിരുന്ന് ഇത് കാണുന്നവരാണ് എന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് പറയും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ മീഡിയയുടെ ഉപയോഗം, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഇതുപോലെ തന്നെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. രണ്ടുപേരും ഒരുമിച്ച് ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ അവസരമെടുത്താൽ ദൈവത്തിന്റെ സ്തോത്രം, പിശാച് നിന്നെ കൈകാര്യം ചെയ്യുവാൻ സമ്മതിക്കയില്ല. നിന്റെ കൂട്ടാളിയെ കൈകാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം, ഭർത്താവും ഭാര്യയും ഒരു ശരീരമാണെന്ന് മനസ്സിലാക്കിയിട്ട് മറന്നുപോയെങ്കിൽ ഇപ്പോൾ ഓർത്തോ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട്
വ്യക്തിപരമായ ഒരു കാര്യം പറയും. സഭയുടെ സീനിയർ പാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങളുടെയൊക്കെ വീടുകളിൽ 50 വയസ്സിന് താഴെ മുകളിലോട്ട് പോട്ടെ, അല്ല 60 വയസ്സിൽ താഴെ, 60 മതി, 60 താഴെ, മുകളിലോട്ട് കൂട്ടുന്നില്ല, 60 താഴെ. പ്രൈസ് ഗോഡ്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കില്ലേ, ഞങ്ങൾ ഇന്നുവരെ ഒന്നിച്ച് കിടക്കാറുള്ളൂ. പ്രൈസ് ഗോഡ്. 60 താഴെയുള്ള കുടുംബങ്ങളിൽ എവിടെയെങ്കിലും പ്രൈസ് ഗോഡ് നിങ്ങൾ രണ്ടായിട്ടാണ്, 2 മുറിയിലാണ് എങ്കിൽ പ്രൈസ് ഗോഡ് എന്നോടൊന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ പ്രൈസ് ഗോഡ് വിളിക്കേണ്ടവരെ വിളിച്ച് ഞാൻ വേണമെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരണം ഇത് അധികം തുടർന്നാൽ നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2015 നമുക്ക് നന്നാവണം, എല്ലാം നന്നാവണം. ആദ്യം നന്നാവേണ്ടത് എൻ്റെ വ്യക്തിപരമായ ജീവിതവും എൻ്റെ കുടുംബ ജീവിതവുമാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി നന്നാകുന്നതാണ് ക്രമം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇല്ലാതെ പണിത പോലെ ഇരിക്കും. ഫൗണ്ടേഷൻ പോക്കടി, അതിന് എല്ലാം കൂടെ തലകുത്തി വീഴും. അങ്ങനെ വരാതിരിക്കാൻ പ്രൈസ് ഗോഡ് ലെറ്റ് us make our foundation strong. സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പീൻ. ഈ വചനത്തിന്റെ ആധികാരികതയിൽ ഞാൻ പറയട്ടെ, ഒറ്റക്കിരിക്കുമ്പോൾ പരീക്ഷയുണ്ടാകും. ഹൗവയ്ക്ക് വന്ന പരീക്ഷ ഒറ്റക്കിരുന്നപ്പോഴാണ്. സർപ്പം ഹൗവായെ ഉപായത്തിൽ ചതിച്ചതുപോലെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒറ്റക്കിരിക്കുമ്പോൾ നിന്റെ വാതിലും ജനലും എല്ലാം അടച്ചിട്ടാലും പിശാചിനകത്ത് വരാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് പ്രൈസ് ഒരുവരെക്കാൾ ഇരുവർ നല്ലതെന്ന് കണ്ടിട്ടാണ് കർത്താവ് കുടുംബജീവിതം തന്നിരിക്കുന്നത്. ആ കുടുംബജീവിതത്തിൽ ദൈവം ആമേൻ നിന്റെ രാജാവായി ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് family, this home, the unseen guest and the silent listener. ഇത് മനസ്സിലാക്കി ദൈവത്തിന്റെ സാന്നിധ്യം വീടുകളിൽ ഉണ്ടാകാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലാതെ ഇവിടെ കിടന്ന് കൈ കൊട്ടിയുകൊണ്ടും തുള്ളിച്ചാടിയത് കൊണ്ടും പ്രസംഗിച്ചത് കൊണ്ടും വായിച്ചത് കൊണ്ടും അഭ്യസിച്ചത് കൊണ്ടും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ 40 മണിക്കൂറല്ല 400 മണിക്കൂർ പ്രാർത്ഥിച്ചത് കൊണ്ടും ഗുണം വരത്തില്ല. അടിസ്ഥാനപരമായ വിഷയങ്ങൾ ശരിയാകാതെ ബാക്കി എന്തൊക്കെ ശരിയായാലും ശരിയാകത്തില്ല. അതുകൊണ്ട് പ്രൈസ് ഗോഡ് ഞാൻ ഈ പറഞ്ഞത് ഫണ്ടമെന്റൽ കാര്യമാണ്. ആമേൻ. ഇതിലെന്തെങ്കിലും ചെയ്തേ പറ്റൂ, എമർജൻസി ബേസിൽ ചെയ്തേ പറ്റൂ. പ്രൈസ് ഗോഡ്. ദൈവത്തിനാൽ വ്യക്തമായി സംസാരിക്കുന്നു. ഇതിനകത്ത് ചില കുടുംബങ്ങൾ ഈ ഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മാറ്റം വന്നേ പറ്റൂ. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷമാകട്ടോ. പ്രൈസ് ഗോഡ്. അറയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിപ്പിക്കപ്പെടും. പ്രൈസ് ഗോഡ്. ഇതൊക്കെ ഒടുക്കം ദോഷമാകും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങൾ ക്രമീകരിക്ക്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ദാവീദ് രണ്ടാമതെടുത്ത തീരുമാനം, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവന്റെ നാമത്തെ മഹിമപ്പെടുത്തുക. ആദ്യം പറഞ്ഞു എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. അതാ ഞാൻ പറഞ്ഞത്, വിളിച്ചോണം. 10 മിനിറ്റ് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ വിളിക്കണം. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. പ്രൈസ് ഗോഡ്. രാത്രിയിൽ ആരെങ്കിലും ഒരാളെ, ഭാര്യയെ ആയിരിക്കാം ഭർത്താവിനെ ആയിരിക്കാം, ദൈവത്തിന്റെ ആത്മാവ് തട്ടി ഉണർത്തിയാൽ, ടോയ്ലറ്റിൽ പോയിട്ട് വന്നേച്ച് വീണ്ടും പുതപ്പ് ഒന്നുകൂടെ ഇട്ട് കിടക്കരുത്. ഭർത്താവിനെ കൂടെ ഒന്ന് ശരിക്ക് പുതപ്പിച്ചല്ലേ, ഭാര്യ ഒന്നുകൂടെ ശരിക്ക് പുതപ്പിച്ച് കിടക്കല്ലേ. പ്രൈസ് ഗോഡ്. 10 മിനിറ്റ്, കൂടുതൽ നേരം വേണ്ട, 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിച്ച് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ ഒരു സിസ്റ്റത്തിലേക്ക് വരാം. 2015 നോക്ക്, റിസൾട്ട് നിങ്ങൾക്കാണ്, നിങ്ങളുടെ കുടുംബത്തിനാണ്, നിങ്ങളുടെ തലമുറയ്ക്കാ, നിങ്ങളുടെ അനുഭവങ്ങൾക്കാ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ദൈവത്തിന്റെ നാമം ഉയർത്തിയാൽ അതിന്റെ ഒരു അനുഗ്രഹം തലമുറകളിലേക്ക് പകരും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇനി മൂന്നാമത് ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ഗോഡ് 9-ാം വാക്യം. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത് ദാവീദ് ആദ്യം തന്നോട് പറഞ്ഞു, പിന്നെ ഭാര്യയോട് പറഞ്ഞു, മൂന്നാമത് കുടുംബത്തോട് പറഞ്ഞു, മൂന്നാമത് സകല വിശുദ്ധന്മാരോടും പറയുകയാണ്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. എന്നാ പറഞ്ഞു നോക്കിയേ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. അതിന് 2 പാർട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്തുവാ, സെക്കൻഡ് പാർട്ട് എന്തുവാ? ഫസ്റ്റ് പാർട്ട് ഇസ് ആൻ എക്സോർട്ടേഷൻ, പ്രബോധനമാണ്. ഫസ്റ്റ് പാർട്ട്
യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. ഭയപ്പെടുവീൻ. ദാറ്റ് ഇസ് ആൻ എക്സോർട്ടേഷൻ. അതൊരു പ്രബോധനമാണ്. ദാവീദ് പ്രാർത്ഥിച്ച്, ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച്, കുടുംബമായി പ്രാർത്ഥിച്ച്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒടുവിൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, സകല വിശുദ്ധന്മാരോടും പറയുകയാണ്, നിങ്ങളും ദൈവത്തെ ഭയപ്പെടുക. പ്രൈസ് ഗോഡ്. ദൈവത്തെ ഭയപ്പെടുവീൻ എന്ന് പറയുമ്പോൾ ഈ പട്ടിയെ പേടിക്കുന്ന പോലെയുള്ള പേടി അല്ലത്, പാമ്പിനെ പേടിക്കുന്ന പേടി അല്ലത്, രാജാവിനെയും മന്ത്രിയെയും പേടിപ്പിക്കുന്ന പേടി അല്ലത്, ഭൂമിയിലുള്ള ഒന്നിനെയും പേടിക്കുന്ന പേടി അല്ലത്. ഇറ്റ് ഈസ് ആൻ ഓസം ഫിയർ എന്ന് പറഞ്ഞാൽ ആ ഭയത്തിൽ എന്താണ് മുഴച്ചു നിൽക്കുന്നറിയാമോ? പേടിയല്ല, ഞാൻ ബുദ്ധിമുട്ടിലാകുമെന്നുള്ള കാര്യമല്ല, ഇതെനിക്ക് ദോഷമാകുമെന്നുള്ള കാര്യമല്ല, എനിക്ക് നഷ്ടം വരുമെന്നുള്ള കാര്യമല്ല, എനിക്ക് വേദന ഉണ്ടാകുമെന്നുള്ള കാര്യമല്ല. പ്രൈസ് ഗോഡ്. എൻ്റെ ഭയം എന്നാണെന്നറിയാമോ? ഈ ഭയം എന്നെ ഈ ദൈവത്തെ ആരാധിക്കാൻ നിർബന്ധിക്കുന്ന ഭയമാണ്. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞാല് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു, വിലക്കപ്പെട്ട കനി തിന്നപ്പം, പ്രൈസ് ഗോഡ്, ആദമിൻ്റെയും ഹവ്വയുടെയും മനസ്സിൽ ഒരു ഭയം കയറി. ആ ഭയത്തിന്റെ ഒറിജിൻ, പ്രൈസ് ഗോഡ്, പിശാചാണ്. പിശാച് പറഞ്ഞത് അനുസരിച്ചപ്പോൾ കയറിയതാണ് ആ ഭയം. ആ ഭയം എന്ത് ചെയ്യുമെന്നറിയാമോ? പ്രൈസ് ഗോഡ്, പിശാച് പറഞ്ഞത് കേട്ടിട്ട് നിനക്ക് അരുതാത്തത് ചെയ്തിട്ട് നിന്റെ ഉള്ളിൽ വരുന്ന ഭയം, ദൈവത്തിന് സ്തോത്രം, അനുതാപത്തെ ഉളവാക്കത്തില്ല, മാനസാന്തരത്തെ ഉളവാക്കത്തില്ല, നിനക്ക് തെറ്റുപറ്റിയെന്ന് പോലും ചിലപ്പോൾ തോന്നത്തില്ല, പക്ഷേ ഭയമുണ്ടാവും. ആ ഭയം നിന്നെ എവിടെ എത്തിക്കുമെന്നറിയാമോ? വെയിലാറിയപ്പോൾ പതിവ് പോലെ നിന്നോട് സംസാരിക്കാൻ, നിന്റെ കൂടെ നടക്കാൻ, നീയുമായി കൂട്ടായ്മ ആചരിക്കാൻ ഇറങ്ങി വന്ന സർവശക്തനായ ദൈവത്തെ കാണുമ്പോൾ നീ ഓടി മാറും. ആ ഭയം ആപത്താണ്. അതല്ല നമുക്ക് വേണ്ടത്. ആരാധനയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഒഴിഞ്ഞു മാറുന്ന ഭയം. ഞാൻ ചോദിക്കട്ടെ, സ്കൂളിൽ ഒരു ദിവസം പോയില്ല, പ്രൈസ് ഗോഡ്, അങ്ങനെ ഇരിക്കുമ്പം കൂട്ടുകാരി ഒന്ന് പറഞ്ഞു, ഇന്നലെ നിന്നെ അന്വേഷിച്ചു. എന്നിട്ട് എന്നാ പറഞ്ഞു? അവനിങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ആര് പറഞ്ഞു? ക്ലാസ് ടീച്ചറും പറഞ്ഞു, കണക്ക് സാറും പറഞ്ഞു, ഹെഡ് മാസ്റ്ററും പറഞ്ഞു, അവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഇവൻ പേടിച്ചിട്ട് എന്ത് ചെയ്യുക? പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങും, അങ്ങോട്ട് പോവുക, സ്കൂളിൽ പോകത്തില്ല, വീട്ടുകാരെ അറിയുന്നില്ല. കൃത്യം 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, സ്കൂൾ ബസ്സിൽ കയറും, കോമ്പൗണ്ടിൽ ചെല്ലും, അവിടെ കയറി എല്ലാവരും ക്ലാസ്സിലോട്ട് കയറുമ്പോൾ പുറത്തോട്ട് ഇറങ്ങും. വൈകുന്നേരം സ്കൂളിൻ്റെ പഠിക്കാൻ വന്ന് നിൽക്കും, ബസ്സിൽ കയറും, വീട്ടിൽ വന്ന് ഇറങ്ങും. ആരും അറിയുന്നില്ല. ഇങ്ങനെ ദിവസങ്ങൾ പോവുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവൻ ഗുണം പിടിക്കുമോ? ഗുണം പിടിക്കത്തില്ല. എടാ, പേടിച്ച് മാറുന്നവന് ഗുണമില്ല. ദൈവത്തിന് മനസ്സിലായി, ഇവൻ ഇങ്ങനെ പേടിച്ചു പോയാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഇവൻ ഒരു കാലത്തും യഥാസ്ഥാനപ്പെടത്തില്ല, ഇവന്റെ വീണ്ടെടുപ്പ് നടക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഭയത്തെ ഭക്തിയാക്കി മാറ്റി, ഓംസം ഫിയർ ആക്കി മാറ്റി. സിമ്പിൾ ഫിയർ ഓംസം ഫിയർ ആയി. രണ്ടും മലയാളത്തിൽ ഭക്തി, അല്ല ഇംഗ്ലീഷിൽ ഫിയർ എന്നാണെങ്കിലും ദൈവത്തിന്റെ സ്തോത്രം മലയാളത്തിൽ വരുമ്പോൾ ഭക്തി, ഭയം. ആമേൻ. എൻ്റെ ഉള്ളത്തിലും നിന്റെ ഉള്ളത്തിലും പിശാച് ഭയം കൊണ്ടുവരുമ്പോൾ അതിനെ ഭക്തിയാക്കി മാറ്റത്തക്കവണ്ണം അവൻ അടിച്ചാലും എനിക്ക് ദയ എന്ന് പറഞ്ഞുകൊണ്ട്, നീതിമാൻ എന്നെ അടിച്ചാൽ എനിക്ക് ദയ, അവൻ എന്നെ ശാസിച്ചാൽ അത് എൻ്റെ തലയ്ക്ക് എണ്ണ എന്ന് പറഞ്ഞുകൊണ്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു കാര്യം തീരുമാനിച്ചോണം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. പ്രൈസ് ഗോഡ്. അവരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്, അവരുടെ സ്ഥിതിക്കാണ് ഭേദം വരുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. എന്നിട്ട് അത് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്നറിയാമോ? അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. ദാറ്റ് ഈസ് ദ ടെസ്റ്റിമോണിയൽ പാർട്ട്. ടെസ്റ്റിമണിയാണ് അവന്റെ ചട്ടങ്ങളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണങ്ങളും എന്ന് പറയുന്നത് പോലെ ഒന്നിച്ചു പോകേണ്ട കാര്യങ്ങളിൽ ഒന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ഇത് വിളിച്ചു പറയുന്ന
ദാവീദ് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, എങ്ങനെയാ പറയുന്നതെന്നറിയാമോ? അവൻ ആദ്യം പ്രാർത്ഥിച്ചു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അവൻ പ്രാർത്ഥിച്ചു, അവൻ വിശ്വസിച്ചു. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അവനെ ഇടയപ്പണിയിൽ നിന്ന് കയറ്റി തള്ളയാടുകളെ മേയ്ക്കുന്ന അനുഭവത്തിൽ നിന്ന് വിളിച്ചു വരുത്തി അവൻ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് ഇസ്രായേലിൽ ചെങ്കോൽ അവൻ്റെ കയ്യിൽ കൊടുത്ത്, ദൈവത്തിന് സ്തോത്രം, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന സകലതും അവന് കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. പ്രൈസ് ഗോഡ്. അവനെ അനുസരിക്കാൻ ആളുകളുണ്ടായി, അവന് കീഴടങ്ങാൻ ആളുണ്ടായി, അവൻ്റെ കൂടെ നിൽക്കാൻ ആളുണ്ടായി, അവന് ജയിക്കാൻ, യുദ്ധങ്ങളിൽ ജയിക്കാൻ കൃപ കൊടുത്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ബേർശേബ മുതൽ ദാൻ വരെയുള്ള ദേശത്തെ കീഴടക്കിക്കൊണ്ട് തീർന്നില്ല, സകല ശത്രുക്കളെയും അടക്കിയ കാലത്ത് ഒരു ധനുർഗീതം പാടുവാൻ, ഒരു സംഗീതം പാടുവാൻ, ഒരു സ്വർണ്ണഗീതം പാടുവാൻ, ഒരു സങ്കീർത്തനം പാടുവാൻ ദാവീദിന് അവസരം കൊടുത്തു. അതുകൊണ്ട് ദാവീദ് പറയുന്നു, ഹല്ലേലൂയ, എന്റെ ദൈവത്തെ നീ ആരാധിക്ക്, നീ അവനെ ഭയപ്പെട്, യഹോവയുടെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ല. ദാവീദ് അവിടെ കൊണ്ട് നിർത്തിയില്ല. ദാവീദ് ദൈവത്തെ ആരാധിച്ചിട്ട് തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചില സാക്ഷ്യങ്ങൾ പറയുകയാണ്. അടുത്ത വാക്യങ്ങൾ 34 സങ്കീർത്തനത്തിന്റെ ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, 3 വാക്യം വായിച്ചു. 4, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സാക്ഷ്യമാണ്. എന്റെ ബാക്കിയുള്ള സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചിട്ട് എന്റെ ഉള്ളത്തിൽ ദൈവത്തെ കുറിച്ചുള്ള ഭയം കൊണ്ട് അവൻ നിറച്ചു. അതുകൊണ്ട് വാ, ദൈവത്തെ ഭയപ്പെട്, ബാക്കിയൊന്നും പേടിക്കണ്ടെന്നേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ അപേക്ഷിച്ചു, എനിക്ക് ഉത്തരമരുളി. പ്രാർത്ഥിക്ക്, നിന്റെ കാര്യം ശരിയാവും, എനിക്ക് ശരിയായെന്നേ. ഇതാണ് സാക്ഷ്യം. ദാവീദ് സാക്ഷ്യം പറയുകയാണ്, വിളിക്കുകയാണ്. സ്വന്തം വീട്ടിൽ അടുത്തത് വിശുദ്ധന്മാരെ വിളിച്ച് പറയുകയാണ്, ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നേ. എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്നേ. പ്രൈസ് ഗോഡ്. എന്നെ മുട്ടില്ലാതെ നടത്തുന്ന ദൈവം നിന്നെ മുട്ടുകൂടാതെ നടത്തുമെന്നേ. ഇത് പറയാൻ സാക്ഷി, ഇങ്ങനൊരു സാക്ഷ്യം പറയാനും ആമേൻ, തൻ്റെ ഇടവും അതിന് ദൈവ അനുഗ്രഹവും അനുഭവമുള്ള സ്വതന്ത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്, ആരാധിച്ചാട്ട് ദൈവം നടത്തി എന്നുള്ളത് എന്താ? നിന്നെ ഈ പണ്ടാറുണ്ട് അമ്പട്ടന് മീശ വന്ന പട്ടിക്ക് എന്നാ പ്രയോജനം? പട്ടിക്ക് മീശ വന്ന അമ്പട്ടൻ എന്നാ പ്രയോജനം? പട്ടിക്ക് മീശ വന്ന അമ്പട്ടൻ എന്നാ പ്രയോജനം? മനുഷ്യന് വന്നാൽ പഠിക്കാൻ ആളൊരു കാശും കിട്ടും. പട്ടിക്ക് വന്ന എന്നാ പ്രയോജനം എന്ന് പറയുന്ന പോലെ എന്നെ നിന്നെ അനുഗ്രഹിച്ചിട്ട് ദൈവത്തിന് എന്നാ പ്രയോജനം? നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടണമെങ്കിൽ അത് സാക്ഷിക്കണം, അത് പറയണം, ചെന്ന് പറയണം. എന്നിട്ട് ആലയത്തിലേക്ക് ആളുകളെ കൊണ്ടുവരണം ഈ ദൈവത്തെ ആരാധിക്കാൻ. അന്നാളിൽ 10 ജാതികളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ചിട്ട്, യഹോവ നിന്നോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടിരിക്കയാൽ ഞങ്ങൾ നിന്റെ കൂടെ പോരുന്നു ഈ ദൈവത്തെ ആരാധിക്കാൻ. ഇത് പറയത്തക്കവണ്ണം ദേശം അറിയട്ടെ, ഈ ദൈവം നിന്നെ സഹായിച്ചു, ഈ ദൈവം നിന്നെ വിടുവിച്ചു, ഈ ദൈവം നിന്നെ ഉദ്ധരിച്ചു, ഈ ദൈവം നിന്നെ തലമുറകളെ സഹായിച്ചു, ഈ ദൈവം നിന്നെ സമ്പത്തിൽ സഹായിച്ചു, ഈ ദൈവം നിന്നെ രോഗത്തിൽ സഹായിച്ചു, ഈ ദൈവം നിന്നെ അവൻ ആത്മീയവും ഭൗതികമായി സഹായിച്ചു. ലോകമറിയട്ടെ, ലോകമറിയട്ടെ, ലോകമറിയട്ടെ. അതിന് കിട്ടിയതെല്ലാം പൂത്തി വെച്ചേച്ചും കണ്ണുമടച്ച് പൂച്ച പാല് പിടിക്കുന്ന പോലെ മുന്നോട്ട് പോകല്ലേ. നന്ദികേടാണ്, നന്ദികേടാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിന്റെ മുഖത്ത് ഒരു സന്തോഷം. നാട്ടുകാർ ചോദിക്കണം, വീട്ടുകാർ ചോദിക്കണം, എന്നാ ഇത്ര സന്തോഷം? ചിലരുടെ മുഖം എന്നും തെളിയത്തില്ല. പ്രൈസ് ഗോഡ്, എന്ത് കിട്ടിയാലും തെളിയത്തില്ല, എന്നൊരു കംപ്ലൈന്റ് കാണും. പ്രൈസ് ഗോഡ്. ഈ മുഖം ദൈവത്തിന് എവിടെയെങ്കിലും പ്രൊജക്ട് ചെയ്യാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. എടാ, ഫോട്ടോയിൽ എടുക്കുമ്പോൾ ചിരിച്ചു നിൽക്കാൻ അറിയാമല്ലോ, പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും വോൾട്ടേജ് പോകുന്നത് എന്തിനാ? അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ല മുഖമെങ്കിലും കാണിക്കാൻ. സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗമാണ്, അവിടെ തുടങ്ങണം. എന്നിട്ട് ചോദിക്കും, നിനക്കെന്നാ ഇത്ര സന്തോഷം, ഇത്ര പ്രയാസം, ഇത്ര വേദനയുള്ള എന്താ ഇത്ര സന്തോഷം? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അവരോട് ഒന്നും പറയണ്ട, ഒരു പാട്ടങ്ങ് പാടിയ, എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, എൻ്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു, എൻ്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എൻ്റെ
നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും. തൻ സ്തുതി എപ്പോഴും നാവിന്മേലുണ്ട്. തന്നിൽ മാത്രം നോക്കിടുന്നു ശോഭിതരായി തീരും. ആയവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. തന്നിൽ മാത്രം നോക്കിടുന്നു ശോഭിതരായി തീരും. ആയവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. നീതിമാന്മാരിന്നപേക്ഷ കേട്ടിടും നീ ദൈവം. കട്ടളയിൽ സഖി ഉദ്ധരിക്കുന്നു. നീതിമാന്മാരിന്നപേക്ഷ കേട്ടിടും നീ ദൈവം. കട്ടളയിൽ സഖി ഉദ്ധരിക്കുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയൻ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയൻ ആനന്ദിക്കുന്നു. മാനസം പകർന്നവർക്കു രക്ഷ നൽകും ദൈവം. ദുഃഖിതർക്ക് ആശ്വാസമേക കൂടെയുണ്ടെന്നു. മാനസം പകർന്നവർക്കു രക്ഷ നൽകും ദൈവം. ദുഃഖിതർക്ക് ആശ്വാസമേക കൂടെയുണ്ടെന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയൻ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയൻ ആനന്ദിക്കുന്നു. നീതിമാന്മാരിൽ അനർത്ഥം ഏറി വന്നാൽ നീക്കുമോക്കു നൽകിയിടും നീ നിത്യനാം ദൈവം. നീതിമാന്മാരിൽ അനർത്ഥം ഏറി വന്നാൽ നീക്കുമോക്കു നൽകിയിടും നീ നിത്യനാം ദൈവം. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാഹിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയൻ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയൻ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. ഓ എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. ആമേൻ. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. ഓ എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. ആമേൻ. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. ഓ ശബ്ദ ആമേൻ. ഓ ശങ്കര
വായിച്ചാൽ മതി. 8 വരെയുള്ള വാക്യങ്ങൾ സാക്ഷ്യങ്ങളാണ്. അടുത്തത് പ്രൈസ് കൊടുക്കുക. 4-ാമത് ദൈവദാസന്റെ 11-ാം വാക്യം. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയുള്ള ഭക്തിയെ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദാവീദ് ദൈവത്തെ സ്തോത്രം നാട്ടുകാരെയും പഠിപ്പിച്ച് ഭാര്യയും പഠിപ്പിച്ച് സ്വയവും പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, പിള്ളേർ മെക്കാനിക്കലായിട്ട് വന്ന് ഇരിക്കുകയല്ലാതെ അപ്പനും അമ്മയും തകർത്ത ആരാധനയാണ്. പിള്ളേരന്നേരം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കളിച്ചോണ്ടിരിക്കുക. മക്കള് അപ്പനും അമ്മയും ആരാധിക്കുമ്പോൾ പിള്ളേർ കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിൽ ശരിയാക്കണം. ഇവിടെ കുറച്ച് പിള്ളേർ കളിച്ചോണ്ടിരിപ്പുണ്ട്, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാതിരിപ്പുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ശരിയാക്കണം. നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയിൽ ഇവരെ ശ്രദ്ധിക്കണം. വീട്ടിൽ കണ്ണു തുറന്ന് നോക്കണം. എന്താ ചെയ്യുന്നേ, മോളെന്താ ചെയ്യുന്നേ, കൊച്ചുമോളെന്താ ചെയ്യുന്നേ. ആരാധനയിൽ ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ നല്ല അടി കൊടുത്താലും വേണ്ടുകയില്ല. ശ്രദ്ധിക്കാൻ പറയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇവിടെ ഈ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ആരാധനയുടെ സമയത്ത് അവർ ശ്രദ്ധിക്കാതിരുന്നിട്ട് ഇങ്ങനെ വളർന്നു വന്നാൽ ആമേൻ കൊല്ലന്റെ ആലയിലെ പട്ടിയെ പോലെയാവും. കൊല്ലന്റെ ആലയിലെ പട്ടിയെ കുറിച്ച് പ്രൈസ് ഗോഡ് ഞാൻ പറയണ്ടല്ലോ. ബാക്കി സകല പട്ടിക്കും തീ എന്ന് പറഞ്ഞാൽ പേടിയാ, തീപ്പൊരി കണ്ട ഓടും. പക്ഷേ കൊല്ലന്റെ ആലയിലെ പട്ടി തീ വന്ന വാല ഒന്നുകൂടെ ചെരുട്ടി ഒതുങ്ങി കിടക്കുകയല്ലാതെ അനങ്ങുകയില്ല. വീട്ടിൽ സൂക്ഷിക്കണം. ആരാധനയുടെ മധ്യേ കുഞ്ഞുങ്ങള് പ്രൈസ് ഗോഡ് രാത്രി ആരാധിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനിരിക്കും അപ്പനും കണ്ണ് തുറക്കണ്ട, അല്ല കണ്ണടക്കണ്ട, തുറന്ന് തന്നെ പിടിച്ചോ. വീട്ടിലറിയാം ഏതാണ് കുസൃതി ഉള്ളതെന്ന്. അതിനെ നോക്കിക്കോണം, ചൂരിൽ കയ്യിൽ വെച്ചോണം. ഓരോ കുസൃതിക്കും ഓരോ അടി. എല്ലാ ദിവസവും നോക്കിക്കോ. ആദ്യത്തെ ദിവസം 10 അടിച്ചാൽ പിറ്റേന്ന് 8 അടിച്ചാൽ മതിയാവും, പിന്നെ 6 മതിയാവും, പിന്നെ 4 മതിയാവും. ഇവിടൊക്കെ 0 ആവുന്നവരെ അടിക്കണം. പിന്നെ വെറുതെ വച്ചിച്ചാൽ മതി പടി. പ്രൈസ് ഗോഡ്. എന്നാലും വേണ്ടുകയില്ല. മക്കൾ വന്ന് ചെവി തരുവീൻ, യഹോവയുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. പാസ്റ്ററല്ല പഠിപ്പിക്കേണ്ടത്. ഞാൻ സൺഡേ സ്കൂളിലെ ടീച്ചറിനോട് പറഞ്ഞു, ഭക്തി പഠിപ്പിക്കാനല്ല, വിശ്വാസത്തിലുള്ള ആഴങ്ങൾ പഠിപ്പിക്കില്ല. വീട്ടിൽ ഭക്തി പഠിപ്പിക്കേണ്ടത് അപ്പനും അമ്മയുമാണ്. ആദ്യം ദാവീദിന് വേണം, പിന്നെ ഭാര്യയ്ക്കും അമ്മയ്ക്ക് വേണം, പിന്നെ പിള്ളേർക്കും ഉണ്ടാവും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് വീട്ടിൽ ആരംഭിക്കട്ടെ. 2015 ശരിയായ ഭക്തിയുടെ മാർഗം വീട്ടിൽ ആരംഭിക്കട്ടെ. എന്നാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലാതെ പ്രൈസ് ഗോഡ് ഇത്രയും ആളല്ല, അടുത്ത കൊല്ലം ഇരട്ടി ആള് വന്ന് സ്വർഗത്തിൽ ചെല്ലുമ്പം നിങ്ങൾ ഒരെണ്ണത്തിനെ കാണാതെ പോയ എനിക്ക് സങ്കടം, വിഷമമുണ്ടോ? പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എല്ലാവരും അവിടെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടത് ഇങ്ങനെ ഇന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഇത് ദൈവസന്നിധിയിൽ ദൈവം അനുഗ്രഹമാക്കി തരട്ടെ. പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തുടർന്ന് ഇവിടെ ഈ സങ്കീർത്തന നിഷ്ഠ അവസാനിപ്പിക്കുന്നു. ഇന്ന് തിരുവത്താഴവും മറ്റ് പല ഫങ്ഷൻസ് ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം വിവാഹം കഴിഞ്ഞവരെ ആദരിക്കണം. സാക്ഷ്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം.